ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്ന് തിരുപ്പതിയിലെ നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു 11 മണിയാകുമ്പോൾ പോവും. അപ്പോൾ രാവിലെ 8:30 തുണിക്കാൻ എണീച്ചു, കുളിച്ചു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകണം. കേട്ടോ ആമി നല്ല ഉറക്കത്തിലാണ് ഗൈസ്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വരാം. അപ്പോൾ ഇതായിരുന്നു നമ്മളെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. അടിപൊളിയായിരുന്നു. പിന്നെ ഇതിൻ്റെ ഒപ്പം ആന്ധ്ര പുഡിയും കൂടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ബാക്ക് ടു ദുബായ്. ആമി അടുപ്പൊന്ന് അങ്ങനെ നമ്മൾ ഹോട്ടലിൽ ഇപ്പോൾ ചെക്കൗട്ട് ചെയ്തു. അപ്പോൾ ടാക്സിനെ വെയിറ്റ് ചെയ്യാം. ഒരു കുഞ്ഞ് എയർപോർട്ടായിരുന്നു കേട്ടോ തിരുപ്പതി. വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ബോർഡിംഗ് പാസ്സായിട്ട് ഇമിഗ്രേഷനായിട്ട് എല്ലാം പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചെക്കിങ് എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. 1:40 ഇടുന്ന ഫ്ലൈറ്റ്. ഇടുന്ന വരെ ഹൈദരാബാദ് ടു ഷാർജയ്ക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. നമ്മൾ വരുമ്പോൾ റാസൽ ഖൈമയിൽ നിന്നാണ് വന്നത്. ഇപ്പോൾ ഷാർജയിലോട്ടാണ് പോകുന്നത്. നമ്മളിപ്പോൾ ഹൈദരാബാദ് എയർപോർട്ടിലെത്തി. 2:30 ആകുമ്പോൾ നമ്മൾ എയർപോർട്ടിലെത്തി. പിന്നെ ഇപ്പോൾ ഇവിടുത്തെ ചെക്കിങ് എല്ലാം കഴിഞ്ഞു. ഇനി ഇവിടുന്ന് 6:45 ഫ്ലൈറ്റ്. അപ്പോൾ ഇപ്പോൾ ആമിക്ക് നമ്മൾ ഫുഡ് കൊടുത്തു. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. താഴെയാണ് ഡൊമസ്റ്റിക്. ഞാൻ താഴെ ഇറങ്ങി എക്സിറ്റ് ആയിട്ട് പിന്നെ ഇൻ്റർനാഷണൽ ട്രാൻസ്ഫറിന് ഇങ്ങോട്ട് വരണം. അവിടെ ചെക്കിങ് കഴിഞ്ഞു. അതുകൊണ്ട് അവിടെ നിന്ന് തന്നെ തിരുപ്പതി തന്നെ ബോർഡിംഗ് പാസ് എല്ലാം കിട്ടുമായിരുന്നു. ഇനി നമ്മൾ നമ്മളെ ബാഗേജ് ഷാർജയിൽ നിന്ന് കളക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വരാം. ഇതെൻ്റെ സുന്ദരി മൊട്ടേ ഹായ് ആക്കി മൊട്ടേ. ആമി മൊട്ടേ ഹായ് ആക്ക്. ആമി എടുത്ത് പോന്നേ ടാറ്റ പോന്താ. ആരെടുത്ത് പോന്നേ? മേമോ എടുത്തു ടാറ്റ. ആമി മേമേൻ്റെ അടുത്ത് പോവാം ഗൈസ്. എൻ്റെ മുട്ടകൾ ഫ്ലൈറ്റ് പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട് ഗൈസ്. പോകുന്നല്ലേ ഗൈസ്. ഒരു ഇൻഡിഗോ ഫ്ലൈറ്റിൽ പോകുന്നുണ്ട്. പക്ഷെ ഫോണിൽ ചെറുതായിട്ടാണ്. നമുക്ക് അത്ര അടുത്തെന്ന് കാണുമ്പോൾ അല്ലേ? പിന്നെ നമ്മൾ നേരെ ലോഞ്ചിൽ കയറി ഫുഡ് കഴിച്ചു. നമുക്ക് കുറേ സമയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലതാണ് കഴിച്ചത്. പിന്നെ ആമിയുള്ളതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ പെട്ടെന്ന് കഴിക്കാൻ പറ്റില്ല. ഒരാൾ കഴിച്ചിട്ട് വേണം മറ്റൊക്കെ കഴിക്കാൻ. പിന്നെ നമുക്ക് കുറേ സമയം ബാക്കിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലതാണ് വന്നത്. പിന്നെ അവിടുത്തെ ഫുഡെല്ലാം അടിപൊളിയായിരുന്നു. എല്ലാ ഐറ്റംസും നല്ല ഉണ്ടായിരുന്നു. പിന്നെ ഡെസേർട്ട് ഐറ്റംസ് അതും അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ നേരെ ഫ്ലൈറ്റ് കയറാൻ പോയി. പിന്നെ എയർപോർട്ടിൽ നേരെ ടാക്സി പിടിച്ച് റൂമിലെത്തി. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.